കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കലോത്സവം സമാപിക്കാൻ വേണ്ടി പോവുകയാണ്. കലോത്സവം എന്ന് പറയുമ്പോൾ കലയുടെ ഉത്സവമാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഈ കലോത്സവത്തിനിടയിൽ വലിയ തോതിൽ ചില മോശം പ്രവണതകൾ കാണാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ മോശം പെരുമാറ്റം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് വരുന്നു. എന്നിട്ട് അവർ തന്നെ ആക്രമിക്കുന്ന ഒരു തിരക്കഥ ഉണ്ടാക്കുകയും അത് SFIയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നാടകമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ അവിടെ KSUവിനെതിരെ ഉയർന്നു വരുന്നത്. ഇന്നും അതിനൊരു തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആ തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കലോത്സവത്തിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ വാശിയേറിയ പോരാട്ടം യൂണിവേഴ്സിറ്റി കോളേജും മാർ ഇവാനിയോസ് കോളേജും തമ്മിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കാം ഇന്ന് ഈ കലോത്സവത്തിന്റെ അവസാന ദിവസത്തെ കാഴ്ചകൾ എന്താണെന്നറിയാൻ ഷീജ നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, പുലർച്ചെ വരെ കലോത്സവത്തിന്റെ കാഴ്ചകളാണ്. ഞാനിപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോഴും ചില മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ തിരിച്ചു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ചില മത്സരങ്ങളൊക്കെ നീണ്ടുപോകുന്നുണ്ടായിരുന്നു. കലോത്സവം ഒരു വശത്ത് നടക്കുന്നു. ഈ കലോത്സവത്തെ കലാപോത്സവമാക്കി മാറ്റാനുള്ള ചിലരുടെ ശ്രമം മറുവശത്തും നമ്മൾ കണ്ടതാണ്. KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ നീക്കങ്ങൾ, എന്നിട്ട് അത് SFIക്കാരുടെ തലയിലേക്ക് കെട്ടിവെക്കാനുണ്ടായ ഗൂഢമായ ശ്രമങ്ങളും അതിന് പല കേന്ദ്രങ്ങളിൽ നിന്ന് മാധ്യമങ്ങളടക്കം ആ രീതിയിൽ വാർത്ത നൽകിക്കൊണ്ട് വളരെ സഹായം ചെയ്യുന്നതും കണ്ടതാണ്. ഇന്നും അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകുമോ? ഒപ്പം തന്നെ കലോത്സവത്തിലെ പോയിന്റ് നിലയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായും മനു, ഏതായാലും കലോത്സവം അതിന്നിപ്പോൾ അതിൻ്റെ അവസാന ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മളിവിടെ എത്തിയപ്പോൾ സ്കിറ്റിൻ്റെ അവസാനത്തെ സ്കിറ്റ് നടക്കുകയായിരുന്നു. കാരണം രാത്രിയിൽ ആരംഭിച്ച സ്കിറ്റാണ് പുലർച്ചെ വരെയും നീണ്ടു നിന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് സ്കിറ്റ് അവസാനിച്ചിരിക്കുന്നത്. ആ രീതിയിൽ വാശിയേറിയ പോരാട്ടം ഇവിടെ ഒരു ഭാഗത്ത് തുടരുന്നു. മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു ഭാഗത്ത് തുടരുകയാണ് വാശിയേറിയ പോരാട്ടം എന്ന് പറയുമ്പോൾ. രണ്ട് കോളേജുകൾ തമ്മിലാണ് പ്രധാന പോരാട്ടം നടക്കുന്നത്. അത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജും മാർ ഇവാനിയോസ് കോളേജും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വന്ന ഔദ്യോഗികമായി വന്ന പോയിന്റ് നില അനുസരിച്ച് മാർ ഇവാനിയോസ് കോളേജ് അതായത് 175 പോയിന്റുമായി യൂണിവേഴ്സിറ്റി കോളേജ് മുന്നിലും, തൊട്ട് പിന്നാലെ മാർ ഇവാനിയോസ് കോളേജ് 173 പോയിന്റുമായി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല വേദികളിലായി. അതുകൊണ്ട് തന്നെ പോയിന്റ് നിലയിൽ ഉള്ള മാറ്റം ഇപ്പോൾ ഇനി ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഈ രീതിയിൽ വാശിയേറിയ പോരാട്ടം ഒരു ഭാഗത്ത് തുടരുമ്പോഴാണ് നമുക്കറിയാം, കഴിഞ്ഞ ഈ കലോത്സവം എന്നിവിടെ ആരംഭിച്ചോ അന്ന് മുതൽ തന്നെ വലിയ തോതിൽ ഈ കലോത്സവത്തെ ഉത്സവമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം KSUവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ആദ്യ ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പല രീതിയിൽ KSU പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ സെനറ്റ് ഹാളിൽ നമുക്കറിയാം, ഇവിടെ ഒപ്പന മത്സരം നടക്കുന്ന സമയത്തായിരുന്നു KSUക്കാർ ഇങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധവുമായി എത്തുന്നു. ഈ സെനറ്റ് ഹാളിൽ, ഞാനിപ്പോഴുള്ളത് പ്രധാന വേദിയായ സെനറ്റ് ഹാളിലാണ്. അപ്പോൾ ഈ സെനറ്റ് ഹാളിലേക്ക് ഒരു വിഭാഗം KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നു. പ്രത്യേകിച്ചും വേദിയിലേക്ക് കടന്നുകൊണ്ടടക്കം ഈ ഒരു പ്രതിഷേധം നീങ്ങുന്ന സാഹചര്യത്തിൽ മത്സരാർത്ഥികൾ തന്നെ രംഗത്തെത്തുകയായിരുന്നു. ഈ ഒരു പ്രതിഷേധത്തിനെതിരെ നിങ്ങൾക്ക് പ്രതിഷേധിക്കണമെങ്കിൽ ജനാധിപത്യപരമായ അവകാശമുണ്ട്, നിങ്ങൾക്ക് പുറത്തു പോയി പ്രതിഷേധിക്കാം, പക്ഷേ ഞങ്ങൾക്ക് മത്സരിക്കാനുള്ളത് ഞങ്ങളുടെ അവകാശമാണ്, അതിൽ ഇടപെടരുത്, അത് തകർക്കാൻ വേണ്ടി വരരുത് എന്നുള്ള ഒരു നിലപാടുമായി മത്സരാർത്ഥികൾ തന്നെ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും SFIക്കാർ ഞങ്ങളെ ആക്രമിച്ചു എന്നുള്ളൊരു വേർഷനൊക്കെ ഉണ്ടാക്കി KSUക്കാർ മനഃപൂർവ്വമായി സംഘർഷം ഉണ്ടാക്കാനുള്ള നീക്കമാണ് നടത്തിയത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായതാണ്. പക്ഷേ അത് ചിലർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം പല മാധ്യമങ്ങളിലും ആ രീതിയിൽ വാർത്ത നൽകുകയില്ല. ഇന്നത്തെ മാധ്യമ വാർത്ത രാവിലെ നമ്മൾ പത്രങ്ങളിലൂടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്, ഈ രീതിയിൽ വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് പറയാൻ പോലും പലരും മടിക്കുന്ന ഒരു സാഹചര്യം പല പത്രങ്ങളിലും കണ്ടിരുന്നു എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ് മനു. ഏതായാലും നിലവിലിപ്പോൾ കലോത്സവം സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ അവസാന ദിവസവും KSUവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധത്തിനുള്ള നീക്കങ്ങൾ ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ പ്രധാന വേദിക്ക് പുറത്തൊക്കെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ നീക്കം ചെയ്ത് കലോത്സവം സുഗമമായി നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ പ്രധാന വേദിയായ സെനറ്റ് ഹാളിൽ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത് മനു. ശരി ഷീജയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നൽകിയത്. ഏതായാലും കലോത്സവം മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ഉണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഷീജ നമ്മളോട് പറഞ്ഞു വച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്.